ആലപ്പുഴ കളർക്കോട് വാഹനാപകടവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസിന്റെ ഒരു വിവാദ പോസ്റ്റാണ് ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് നയിക്കുന്നത്. ഈ ഒരു പോസ്റ്റ്, ആദ്യം ഈ പോസ്റ്റ് ഒന്ന് വായിക്കാം അല്ലേ? പോസ്റ്റ് ഒന്ന് അറിയുന്ന ആൾക്കാർ. ആലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൂപ്പുകൈ പറയുന്നുണ്ട്. ഇനി എഴുതുന്നത് പലർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കാം, എങ്കിലും എഴുതാതെ വയ്യ. കൂട്ടത്തിലുണ്ടായിരുന്ന ആള് വേറൊരു വണ്ടിയിൽ കയറി ഹോസ്റ്റലിലോട്ട് പോയി മുറി അടച്ചിരിക്കുന്നു എന്ന് കുട്ടി ഡ്രൈവർ മൊഴി കൊടുത്തപ്പോഴാണ് വിദ്വാനെ അറിയുന്നതും അന്വേഷിക്കുന്നതും. കൺമുന്നിൽ കൂട്ടുകാർ മരിക്കുന്നതും രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നതും കണ്ടും കേട്ടും നിന്ന കൂട്ടുകാരൻ ആരും അറിയാതെ മുങ്ങി ഹോസ്റ്റലിൽ പോയിരിക്കുന്നു. എങ്ങനെ സാധിച്ചു? ചോദിച്ചാൽ പുറത്തു പോയിട്ടില്ല എന്ന് പറയാനാകും, അത് ബ്രാക്കറ്റിലാണ്. ഇപ്പോൾ ഹോസ്റ്റലിൽ മനോഷോക്കിന് നിരീക്ഷണത്തിലാണെന്ന്. ആ വ്യക്തി ഡോക്ടറായിട്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാകില്ല ഒരിക്കലും. ഡോക്ടർ ആവരുത്. അങ്ങനെ പാനിക് ആകുന്ന ആൾ നാളെ ഇതിലും ഭീകരമായ അവസ്ഥ കണ്ടാലും ലീവ് എടുത്ത് മുറിയിലായിരിക്കും. ഷോക്കിൽ ഓടിപ്പോയതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വാർത്ഥത പ്ലസ് സ്വന്തം സേഫ്റ്റി മാത്രം ഓടി പോയതാണ്. മൃഗങ്ങൾ പോലും ഓടിപ്പോവില്ല, കൂട്ടുകാരി ഇട്ടിട്ട് ഓടിപ്പോവില്ല. എൻ്റെ കൂട്ടുകാരാണ് ഞങ്ങൾ, ഇന്ന ആരാണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുക തന്നെ ചെയ്യുമായിരുന്നു. കൂടെ അവിടെ നിൽക്കുന്ന അവസാന ആളെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് വരെ ഫോണിൽ കോളേജ് അധികാരികളെ അറിയിക്കുമായിരുന്നു. ഇത്രയ്ക്ക് സ്വാർത്ഥത എവിടുന്ന്? നീറ്റ് റാങ്ക് ഒന്നുമല്ല ഡോക്ടർ ആവാൻ വേണ്ട യോഗ്യത. പാസ്സാകുന്നവരെ നീറ്റ് എഴുതിപ്പിക്കേണ്ടതല്ലേ? ആ വ്യക്തി ഓടിപ്പോയതിന് ഒരു ന്യായീകരണവുമില്ല. പേരൻസിന്റെ വഴക്ക് പറച്ചിലൊക്കെ പിന്നാലെ വരുന്ന കാര്യമല്ലേ, അത് അപ്പോൾ നോക്കാമല്ലോ. ഈ നിമിഷത്തെ പരിഗണന കൺമുൻപിൽ പിടയുന്ന കൂട്ടുകാരുടെ ജീവനായിരിക്കില്ലേ? ഇങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. ഈ പോസ്റ്റ് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അത് അവർ പറയുന്നത് ഇങ്ങനത്തെ ഒരു വ്യക്തി, ഇങ്ങനെ ഓടിപ്പോയ വ്യക്തി ഡോക്ടർ ആവാൻ യോഗ്യനല്ല എന്നാണ്. പക്ഷേ ഒന്ന് ഓർക്കേണ്ടത്, ആ പയ്യന് 19 വയസ്സ് മാത്രം പ്രായമുള്ളൂ. മാക്സിമം 2 മാസം അല്ലെങ്കിൽ 2.5 മാസമാണ് ആ കോഴ്സിന് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടർക്ക് വേണ്ട മാനസിക വളർച്ചയിലേക്ക് അവർ എത്തിയിട്ടില്ല. അതിനാണ് അവർ പഠിക്കുന്നത്. അവരുടെ പഠനം കംപ്ലീറ്റ് ആകുമ്പോഴാണ് അവർ ഡോക്ടറായിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് സ്വന്തം കൂട്ടുകാർ, അതായത് 10 പേർ അല്ലെങ്കിൽ 11 പേര് ഒരു വാഹനത്തിൽ ഒരുമിച്ച് പോകുന്നു. അതൊരു അപകടത്തിൽപ്പെട്ട് കൂട്ടുകാർ മരിക്കുന്ന കണ്ടാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ എന്നുള്ളത് ഈ പറഞ്ഞ ആശാ ലോറൻസിന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ആ പ്രായത്തിലുള്ള കുട്ടിക്ക് എന്തും തോന്നാം. ചിലപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോവും, കരഞ്ഞുകൊണ്ട് ഓടിപ്പോവും. ചിലപ്പോൾ റോഡിൽ വരുന്ന വണ്ടിക്ക് അത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണത്. ഈ ഒരു കമന്റിന്റെ, ഈ ഒരു പോസ്റ്റിന് താഴെ വന്നൊരു കമന്റാണ്, നിങ്ങൾ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വായിച്ചപ്പോൾ, ആ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് ആ കമന്റ് വളരെ അർത്ഥവത്താണെന്ന് തോന്നി. അതായത് ആ കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അത് അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആ കുട്ടിയെ നേരിൽ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റെങ്കിൽ അത് ന്യായീകരിക്കത്തക്കതാണ്. പക്ഷെ ഇതൊന്നുമല്ല, ആ ഒരു കുട്ടിയുടെ പത്രങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളിലോ ഒക്കെ കണ്ട വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ആശ ലോറൻസ് എന്ന് പറയുന്ന വ്യക്തി അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒരു 19കാരന്റെ മാനസികാവസ്ഥ ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല എന്ന് വേണം അല്ലെ ഇതിനകത്ത് നിന്ന് കരുതാനായിട്ട്. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് വെറും ഒരു അറ്റൻഷൻ സീക്കിംഗ് പോസ്റ്റാണത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ ഒരു പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോയി. അവനുണ്ടായിരുന്ന ആ സമയത്തുണ്ട് ഒരു മാനസിക വിഭ്രാന്തി കൊണ്ട് തന്നെയാണ് ഓടിപ്പോയത്. അവർ പറയുന്നുണ്ട് കൂട്ടുകാരെ രക്ഷപ്പെടുന്നതെല്ലാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ആംബുലൻസ് കയറ്റുന്നതെല്ലാം ആ പയ്യൻ കണ്ടതാണ്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവിടെ ഇരുന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വാഹനം പിടിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. ആരോടും മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു അവിടെ ഇരുന്നു. പിന്നീട് കൂട്ടുകാർ വന്ന് വാതിൽ തുറന്നപ്പോഴാണ് അവരോട് പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. പക്ഷെ അവരോടും അവന് സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഷോക്കിൽ തന്നെയായിരുന്നു. ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ്, സൈക്കാട്രിസ്റ്റിന്റെ നിരീക്ഷണത്തിലാണ്. ചില മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, ആ കുട്ടി ഇപ്പോഴും വീട്ടിൽ സംസാരിക്കാൻ പോലും മടിക്കുന്നു എന്നാണ്, ഭയപ്പെടുന്നു എന്നാണ്. അത്രയും ഭയപ്പെട്ടു പോയിട്ടുണ്ടാവും. അതുപോലത്തെ ഒരു കാഴ്ചയില്ല. കൂടെ പഠിക്കുന്ന 5 പേര്, ഇപ്പം ഇന്നൊരു കുട്ടി കൂടി മരിച്ചുകൂടി 6 പേരായി മാറിയിരിക്കുന്നത്. ആ ദുരന്തത്തെ പെട്ടെന്ന് അത് ആ സ്പോട്ടിൽ എങ്ങനെയാണ് ഈ കുട്ടി പ്രതികരിക്കുക എന്നുള്ളത്, അത് ഇവർ പറയുന്ന പോലെയൊന്നും അല്ല. കൂട്ടുകാരെ വിട്ടിട്ട് ഓടിപ്പോയതാണെന്ന് ഒരാളും വിശ്വസിക്കില്ല. അത് അതുപോലെ ഇപ്പം ഇന്ന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യം KSRTC ഡ്രൈവറെയാണ് ഒന്നാം പ്രതിയാക്കിയിരുന്നത്. പിന്നെ അതിൽ നിന്നും അദ്ദേഹത്തെ KSRTC ഡ്രൈവറെ ഒഴിവാക്കിക്കൊണ്ട് ഗൗരി വാഹനം ഓടിച്ച കുട്ടിയാക്കിയിരുന്നു. അല്ല, അത് സ്വാഭാവികമായ ഒരു നടപടിയായിരിക്കണം. കാരണം ഒരു വാഹനം KSRTC ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് വീഡിയോ പറയുന്നത്. അത് കണ്ടാലും മനസ്സിലാവും. കാണുന്ന ബ്രേക്ക് പിടിച്ചപ്പോൾ വാഹനം തെന്നി മാറി ആ ബസ്സിൽ പോയി ഇടിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വാഹനം ഓടിച്ച ആളുടെ പേരിലായിരിക്കും കേസ് വരുന്നത്. അതായിരിക്കും അവരങ്ങനെ ചെയ്തേക്കണം. അല്ലാതെ അങ്ങനെ എടുക്കാൻ സാധ്യതയില്ല.
ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ആ കുട്ടിയുടെ മൊഴി ആശുപത്രിയിൽ നിന്ന് പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയിൽ ആ കുട്ടി പറയുന്നുണ്ട്, മറ്റൊരു വാഹനത്തെ മറികടന്ന് വന്നപ്പോൾ ഈ KSRTCനെയും മറികടന്നൊരു വാഹനം വന്നു. അപ്പൊ പെട്ടെന്ന് ആ വെളിച്ചം കണ്ണിലടിച്ചു, ഭയന്ന് പോയി, ബ്രേക്ക് ചവിട്ടി, വണ്ടി സ്കിഡായി എന്നാണ് പറയുന്നത്. ഒപ്പം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, വഴി വെളിച്ചം കുറവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ റോഡുകളിലൊക്കെ സുരക്ഷയുടെ ഭാഗമായി വെളിച്ചക്കുറവൊക്കെ സുരക്ഷയുടെ ഭാഗം തന്നെയല്ലേ? അപ്പൊ അത് കുറയുന്നതുകൊണ്ട് അത്തരത്തിൽ ഉള്ളവരെയും പ്രതി ചേർക്കേണ്ടതല്ലേ ഈ ഒരു കേസൊക്കെ വരുമ്പോൾ? അങ്ങനെ വന്നാലല്ലേ കൃത്യമായിട്ട് അന്വേഷണത്തിന് എനിക്ക് തോന്നുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതും കൂടി അവർ അന്വേഷിക്കുന്നില്ല. അവിടെ മതിയായ വെളിച്ചമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എതിരെ വന്ന വാഹനം ലൈറ്റ് ഡിമ്മാക്കിയില്ലേ, അതുകൊണ്ട് ഇവരുടെ കാഴ്ചക്ക് വല്ല പ്രശ്നമുണ്ടായി, പെട്ടെന്നുള്ള വെപ്രാളത്തിൽ വണ്ടി തന്നെ മാറി, എല്ലാം ഇനിയുള്ള അന്വേഷണം നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ കണ്ട വീഡിയോ പ്രകാരം പെട്ടെന്ന് ആ വാഹനം സ്കിഡാവുന്നു, മഴയുണ്ട്, നേരെ പോയി ബസ്സിലിടിക്കുന്നു. ഒരു വലിയൊരു ആഘാതമായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ആ സ്പോട്ടിൽ തന്നെ അത്രയും പേര് മരിക്കാനും ഉണ്ടായിരുന്നത്. ആ പയ്യൻ പറയുന്നുണ്ട്, വണ്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ആ പയ്യൻ പറയുന്നത് ഓവർടേക്ക് ചെയ്തപ്പോൾ ഉദ്ദേശിച്ച സ്പീഡ് വണ്ടിക്ക് എടുക്കാൻ സാധിച്ചില്ല എന്നാണ്. അപ്പൊ വണ്ടിയുടെ ഭാഗത്തും എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് കുറച്ച് പഴക്കമുള്ള വണ്ടിയാണ് അത്, 2010 അങ്ങനെ എന്തോ പഴയ മോഡൽ വണ്ടിയാണ് അത്. പിന്നെ ആൾക്കാർ മെയിനായിട്ട് ഇതിനകത്ത് പറയും, ഞാൻ കണ്ടത് പ്രത്യേകിച്ച് ആശ ലോറൻസിന്റെ പോസ്റ്റ് ആയതുകൊണ്ട് അതിൽ വരുന്ന ആൾക്കാർ കൂടുതലും ഈ വാഹനം വാടക കൊടുത്താലുള്ള മതം നോക്കിയാണ് വിമർശിക്കുന്നത്. ആലപ്പുഴയിൽ തീവ്രവാദം കൂടുതലാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ വണ്ടി കൊടുത്ത് അതിൻ്റെ പിന്നിൽ കഞ്ചാവ് മാഫിയ ഉണ്ടോ, ഇതൊക്കെയാണ് അവരുടെ ചർച്ചകൾ എന്നത്. ആ പോസ്റ്റിൽ കാണാവുന്നതിനകത്ത് കമൻ്റായിട്ട് അതുപോലെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഇത് അപകടം മാത്രമല്ല, അത് വലിയ ദുരൂഹതയുള്ള അപകടമാണെന്നാണ് പലരും പറയുന്നത്. അതിന് പ്രധാനമായും പറയുന്നത് ആ വാഹനം വാടക കൊടുത്താലുള്ള പേര് പോലും പരാമർശിക്കാതെ കോയ എന്നാണ് അയാളെ വിളിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാവുന്നത് ആരാണ് കമൻ്റ് ഇടുന്നുള്ളത്. അത് ഈ ആശാ ലോറൻസിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് വരുന്നത് അവിടെ. രാഷ്ട്രീയ അത് അവരെ കുറേ പേര് അങ്ങനെയാണ് കാണുന്നത്. എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടി അത് രാഷ്ട്രീയം കുത്തിക്കയറ്റാന്നുള്ളതാണ് അവരുടെ പരിപാടി. നഷ്ടപ്പെട്ട 6 വീട്ടുകാർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോസ്റ്റ് ഇടുന്നവർക്കും കമന്റ് ഇടുന്നവർക്കും എല്ലാം കുറച്ച് നേരത്തേക്കുള്ള ഒരു നേരം പോക്ക് മാത്രമാണ്. ഇപ്പോൾ ഈ അപകടത്തിൽ നിന്ന് ഓടി ഹോസ്റ്റലിലേക്ക് പോയി എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി, ആ കുട്ടി, അവനെ പോലും ക്രൂരമായിട്ട് സോഷ്യൽ മീഡിയ വിമർശിക്കുമ്പോൾ അത് എന്ത് വലിയൊരു തെറ്റാണ് ഇവർ മനസ്സിലാക്കുന്നില്ലത്. അവൻ്റെ മാനസികാവസ്ഥ. കൂടെ ഉണ്ടായിരുന്ന 5 പേരാണ് മരിച്ചുപോയത്. അപ്പോൾ ആ കുറ്റം ചെയ്തത് ആ കുട്ടിയാണെന്ന് മറ്റുള്ള അവർ സംസാരിക്കുന്നത്. ഇവനൊരിക്കലും ഡോക്ടറാവാൻ പാടില്ല, നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ട് മാത്രം ഡോക്ടർ ആക്കരുത്. സാമാന്യ ബുദ്ധിയുള്ളവരും പറയുന്ന കാര്യമല്ല ഇവർ പറയുന്നത്. സ്വന്തം അച്ഛൻ്റെ മൃഗശരീരം വെച്ച് വിലപേശി സമൂഹ മാധ്യമം ശ്രദ്ധ ആകർഷിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ആശാ ലോറൻസ് എന്നുള്ളത്. അതെ, കേരളം കണ്ട ഒരു വലിയ നേതാവിൻ്റെ ശരീരം ഇപ്പോഴും ആ അവസ്ഥയിലിരിക്കുകയാണ്. ഈ ഒരൊറ്റ പിടിവാശി കാരണമാണ് അത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത് അല്പം ക്രൂരമായി പോയി. ആ സ്വന്തം ക്ലാസ്സിലുള്ള കുട്ടികളെ, നഷ്ടപ്പെട്ട ഒരാളുടെ മനോവേദന മനസ്സിലാക്കാതെ ഇത്തരം ഒരു വളരെ ക്രൂരമായിട്ട് മൃഗങ്ങൾ പോലും ഓടിപ്പോവില്ല എന്നാണ് അവർ പറയുന്നത് ആ പോസ്റ്റിൽ. അതെ, മൃഗങ്ങൾ പോലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഓടിപ്പോവില്ല എന്ന്. എല്ലാ മനുഷ്യനും ജീവൻ വിലയുള്ളത് തന്നെയാണല്ലേ. ആ സമയത്ത് എങ്ങനെ നമ്മൾ പ്രതികരിക്കുമെന്ന് ഒരാൾക്ക് ഇപ്പോൾ ഈ പറയുന്ന ആശാ ലോറൻസിനാണെങ്കിൽ പോലും എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് ആ ഒരു ആഘാതം നമ്മളെ ഏൽക്കുള്ളൂ. ആ സമയത്ത് എന്താണ് നമ്മളുടെ മാനസികാവസ്ഥ എന്നുള്ളത് ആർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇത്തരം വലിയൊരു അപകടം നടക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താ തോന്നിയിരുന്നുള്ളത് ഇനി അവനോട് തന്നെ നോർമൽ ആയതിനു ശേഷം ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതിന് മുമ്പ് തന്നെ പ്രതിക്കൂട്ടി കയറ്റി നിർത്തി ഒരു കുറ്റവാളിയെ പോലെയാണ് ഇപ്പോൾ അവനെ ചിത്രീകരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു കുറ്റക്കാരനായിട്ടാണ് കാണുന്നത്. ഇത്തരം വലിയ അപകടം നടന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോയതായിരിക്കില്ല, അവിടെ ഇവരുടെ എല്ലാം ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള വണ്ടി കയറ്റിയ ശേഷമാണ് ആ പയ്യൻ പോയിരിക്കുന്നത്. പിന്നെ ആരോടും പറയാതെ റൂമിൽ കയറി വാതിലടിച്ചു എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അതൊരു ആ മാനസികാവസ്ഥ അതായിരിക്കണം. അതാണ് മനസ്സിലായി. തീർച്ചയായിട്ടും ഭയപ്പെട്ടു പോയിട്ടുണ്ടാകും. നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ മരിച്ചു കിടക്കുന്ന കണ്ടാലേ ആരാ ഷോക്കായി പോകാത്തത്? അതും മറ്റേ ബൈക്കിൽ വന്ന കുട്ടികൾ പറയുന്നുണ്ട് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത്രയും ഭയാനകം തന്നെയായിരുന്നു ആ ഒരു അവസ്ഥ. ഒന്നാമത്തെ കാര്യം, ഈ വാഹനത്തിൽ ആൾ കൂടുതലായിരുന്നു. 8 പേര് അല്ലെങ്കിൽ 7 പേർക്ക് ഇരിക്കാവുന്ന വണ്ടിയിൽ 11 പേരുണ്ടായെന്ന് പറയുമ്പോൾ തന്നെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ആ അവസ്ഥയിലൊരു വലിയൊരു ഇടി വരുമ്പോൾ ആ വണ്ടിയിലുണ്ടാകുന്ന ആഘാതം അതുപോലെ കടത്തായിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു പോസ്റ്റിൽ ഇവർ പറയുന്നുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കും. എത്രമാത്രം ഒരു 19കാരന്റെ മനസ്സ് ഊഹിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതിനകത്ത് മനസ്സിലാവും അല്ലെ. കൃത്യമായിട്ട് അതുകൊണ്ടാണോ ആ കുഞ്ഞ് അങ്ങനെ ചെയ്തത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇവർ ഊഹിക്കുന്നതാണ്. ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റും ചെയ്തിട്ടുണ്ട്, അച്ഛൻ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കാം എന്ന്. പക്ഷെ അതൊക്കെ അറിയാത്ത കുറെ കാര്യങ്ങൾ അതിനെപ്പറ്റി വിശകലനം ചെയ്യുമ്പോൾ വെറുതെ ഒരു ശ്രദ്ധാകർഷിക്കാനുള്ള പോസ്റ്റ് മാത്രമാണ്. പക്ഷെ അത് കുറച്ച് ക്രൂരമായി പോയി. അതെ, ഒപ്പം ആലോചിക്കുന്ന അവന്റെ വീട്ടുകാരുടെ അവസ്ഥ കൂടി ഒന്ന് ചിന്തിക്കേണ്ടതാണല്ലേ.
ഈ കുട്ടി ഇത് കാണുന്നില്ലെങ്കിലും അവനെ ചുറ്റിപ്പറ്റി അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ ഈ പോസ്റ്റ് ഒരു പക്ഷേ കാണുന്നുണ്ടാവാം. ഇനിയിപ്പോൾ അവനെ ഈ സമൂഹം അല്ലെങ്കിൽ അവൻ്റെ കോളേജിലെ മറ്റു സുഹൃത്തുക്കൾ കാണുന്ന ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരാളായിട്ടാണ് കാണാൻ പോകുന്നത്. ഈ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് അത് ഗൗരവം ആ രീതി എടുക്കുന്ന ആൾക്കാർ കാണുന്നത് അങ്ങനെ ഇരിക്കില്ലേ? ഒരാളെ കൂട്ടുകാരെ കളഞ്ഞിട്ട് ഓടി ഒറ്റയ്ക്ക് പോയിരുന്നു, അപ്പോൾ അവനെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്നൊരു സൂചനയാണ് ഇവർ പറയുന്നത്. അതെ അതെ, അതൊരു മോശം പ്രവണതയാണത്. ഇനിയും അവനോട് വർഷങ്ങളോടെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആ കോളേജിലെ ശരിക്കും ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഒരു പോസ്റ്റ് ഇട്ടേക്കണത്. അതെ, 1.5 മാസം കൊണ്ടൊരു കുട്ടീനെ ഡോക്ടർ ആവരുത് എന്ന് വിലയിരുത്തി മുദ്ര കുത്തി. അത് ബാലിശമായ ഒരു കാര്യമാണ്. ഒരാളും ആ രീതിയിൽ ചിന്തിച്ചു പോലും കാണില്ല. ഇവരല്ലാതെ ഞാൻ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വേറെ ആരും. ശേഷമായിരിക്കും എല്ലാവരും അല്ല, അതെന്തായാലും ഒരു നല്ലൊരു റീസണാണ് ഇവർ ഇട്ടത് കൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി. ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ദുഷ്ടചിന്ത ആൾക്കാർക്ക് മനസ്സിലായി പെട്ടെന്ന്. ആ പോസ്റ്റ് തന്നെ പലരും സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന പലരും വന്ന് പറയുന്നുണ്ട് ഈ പോസ്റ്റ് തെറ്റാണ്, അത് മാറ്റണം നിങ്ങൾ. ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വിമർശനം ഒട്ടും ന്യായീകരിക്കാവുന്ന ഒന്നല്ല എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത് കേട്ട ഭാഗമല്ല. കാരണം അവർക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അവർക്കൊരു പോസ്റ്റിനെ 400 പേരെങ്കിലും കണ്ടിരിക്കുന്നത്. പലർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും, എങ്കിലും എഴുതാതെ വയ്യാണ്. അതൊരു മുൻകൂർ ജാമ്യമാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്യാൻ പോകുന്നു, തെറ്റ് പറയാൻ പോകുന്നു, എന്നോട് വേണമെങ്കിൽ ക്ഷമിച്ചോളൂ എന്ന് മറ്റുള്ളൊരു മുൻകൂട്ടിയുള്ളൊരു അഭ്യർത്ഥനയാണത്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ കുട്ടി ഹോസ്റ്റലിൽ കയറി മുറിയടച്ചിരുന്നതെന്ന് പറയുന്നു. എത്ര വികലമായിട്ടായിരിക്കും അല്ലെ അവരുടെ മാനസികാവസ്ഥ, അവർ ചിന്തിക്കുന്നത് ഓരോ കാര്യത്തെക്കുറിച്ചും. അതിൽ നിന്ന് രക്ഷപ്പെട്ട ആ കുട്ടി മാത്രമല്ല, വേറെ ആൾക്കാരില്ല, അവർക്കറിയില്ല. പുറകെ വന്ന വിദ്യാർത്ഥികളില്ല, അവർക്കറിയില്ല ആരൊക്കെ ജീപ്പിലുണ്ട്, ഈ വാഹനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നുള്ളത് കൃത്യമായിട്ട് അവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഈ ഒരു ഇത്രയൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് ഇവനെന്ന് ആണെങ്കിൽ അവന് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ മറ്റു തെളിവുകളുണ്ട്. ഈ 11 പേരിൽ 10 പേരും ബാക്കി ഒരുപക്ഷെ മരിച്ചു എന്ന് അവൻ കരുതിയിട്ടുണ്ടാവില്ല. അവര് പറയാലോ ഇവൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതൊന്നും അല്ല, അവൻ ഒളിച്ചിരിക്കാൻ വേണ്ടി. അതൊരു കാരണമല്ല. അതൊക്കെ ഇവര് ഈ പറഞ്ഞ പോലെ ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ ആ പോസ്റ്റിൽ കൂടി പറയണം. അവൻ അങ്ങനെയായിരിക്കാം. അതായത് ഒരു കുട്ടിയെ ഏതൊക്കെ രീതിയിൽ അത്രയും താഴെ ലെവലിലാണ് ഇവർ കാണുന്നത്. കൂട്ടുകാരെ ഉപേക്ഷിച്ച് ഓടിപ്പോയ ഒരു വ്യക്തി, ഡോക്ടർ അവൻ മനക്കെട്ടിയില്ലാത്തവൻ, ഭീരു, മൃഗങ്ങളെക്കാൾ നീചൻ, ആ രീതിയിലാണ് പരാമർശിക്കുന്നത് എല്ലാത്തിലും. എനിക്ക് വളരെ ഒരു മോശമായിട്ട് പോസ്റ്റായിട്ടാണ് തോന്നിയത്. ഒരാളോ പ്രത്യേകിച്ച് ഒരു സ്ത്രീ, ഒരു കുഞ്ഞിൻ്റെ അമ്മ, ഒരു കുട്ടിയുടെ അമ്മ ഇടാൻ പാടില്ലാത്തൊരു പോസ്റ്റാണ്. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം, നീറ്റ് എക്സാം അല്ല ഒരു ഡോക്ടർ ആവാൻ വേണ്ട മാനദണ്ഡം എന്നാണ്. അത് ഇവരാണോ തീരുമാനിക്കുന്നത്? മാനസിക അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാനുള്ള കഴിവ് മാത്രമാണ് ഒരു ഡോക്ടർ ആവാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. ഡോക്ടർ ആവാൻ വേണ്ട യോഗ്യത ആ കോഴ്സ് പാസ്സാവുന്നുള്ളതാണ്. നീറ്റ് എക്സാം എന്നുള്ളത് അതിന് പഠിക്കാനുള്ള യോഗ്യതയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇവര് വിരൽ ചൂണ്ടുന്നത് നമ്മളുടെ സമൂഹത്തിലെ പല ചട്ടക്കൂടിനോടും തന്നെയല്ലേ അല്ലേ? ഇപ്പൊ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു ചോദിക്കുന്ന ഈ ഒരു സംഭവത്തിലൂടെ നീറ്റ് എക്സാം എഴുതാൻ, അത് തീർത്തും ബാലിശമായ ഒരു കാര്യമാണത്. നീറ്റ് എക്സാം എഴുതി പാസ്സായി വന്നവൻ, അവന് ഇനിയും വർഷങ്ങളുണ്ട് മെഡിക്കൽ എത്തിക്സ് പഠിക്കാനും, അതിനകത്തുള്ള ഡോക്ടർ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പെരുമാറണം, കരുണയുള്ളവന്, അതെല്ലാം പഠിക്കാനുള്ള സമയമാണ് ഇനി കിടക്കുന്നത്. അതും ആയിട്ടില്ല. അതിന് മുമ്പേ ജഡ്ജ്മെൻറ്റ് നടത്തി അവനെ ശിക്ഷിച്ച മട്ടിലാണ് ഇവരുടെ പോസ്റ്റ് വന്നേക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത ഒരുത്തനാക്കി മാറ്റിയാണ് ഒരു പയ്യനെ. ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ അപകടം കണ്ട് പാനിക്കായ കുട്ടി ഇനി ഭാവിയിൽ ഫ്യൂച്ചറിൽ ഒരു ഡോക്ടറായാലും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇതുപോലത്തെ അപകടത്തിൽപ്പെട്ട ആളുകൾ വന്നാൽ പാനിക്കായി മാറി നിൽക്കും എന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡോക്ടറല്ല, ഇപ്പോൾ ഡോക്ടറാവാൻ വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിയാണത്. അപ്പോൾ ഇപ്പോൾ തന്നെ അവനെ ഡോക്ടറായി കണ്ട് ഇപ്പോൾ അവൻ ഓടിപ്പോയത് കൊണ്ട് ഇനി അപകടത്തിൽ ചികിത്സിക്കാൻ വേണ്ടി ആൾക്കാർ ഹോസ്പിറ്റലിൽ വന്നാൽ ഈ ഡോക്ടർ മാറി നിൽക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് എത്ര അപക്വമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. ഈ മെച്യൂരിറ്റിക്ക് ഒരു വിലയും കൽപ്പിക്കാത്തൊരു പോസ്റ്റാണ്. മെച്യൂരിറ്റി എന്നല്ല, ഇമ്മച്യൂർ. അത് തന്നെ ഒരു മെച്യൂരിറ്റി മാത്രമല്ല, ഇതൊരു സമൂഹത്തിൻ്റെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ നിരക്കുന്ന ഒരു പോസ്റ്റ് അല്ല ഇത്. ഒരു ശ്രദ്ധ ആകർഷിക്കണം, അല്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു അച്ഛൻ്റെ മൃതദേഹം വെച്ച് വിലപേശി കുറെ ശ്രദ്ധ പിടിച്ചു പറ്റി. അതിനുശേഷം ചിലപ്പോൾ ആ നെഗറ്റീവ് ഇമേജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും അതിലും വലിയ നെഗറ്റീവ് എഴുതി വെച്ചത്. അപ്പോൾ ഇനി വിമർശിക്കാൻ പോകുന്ന ആൾക്കാർ ഇതിൻ്റെ പേരിലായിരിക്കും. ആ പഴയ ആ കേസ് ചിലപ്പോൾ ആൾക്കാർ മറന്നു പോകും, അതുകൊണ്ടായിരിക്കും. പക്ഷേ എം ലോറൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ മറവി ഉണ്ടാവില്ല, അതെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ആശാ ലോറൻസ് അന്ന് കാണിച്ചു കൂട്ടിയതെല്ലാം ആരും മറന്നിട്ടില്ല, ഇനി മറക്കുകയുമില്ല. കാരണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ തീരുമാനം അവരോട് തിരിക്കുകയാണ്.